ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇൻ റോമിംഗ് ട്രൈബ് 3.2. ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ ഒരു ചെറിയൊരു യാത്രയെക്കുറിച്ചാണ്. ഫ്രോമിൽ നിന്നും ബറീസ് ആൻഡ് എഡ്മണ്ട്സിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ബ്രദറിനെ കാണാനുള്ള ഒരു യാത്രയാണ്. ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. ട്രെയിൻ ഞങ്ങൾ ഓൾറെഡി ട്രെയിൻ ലാൻ എന്ന് പറയുന്ന ബുക്കിംഗ് ആപ്പിലൂടെ ബുക്ക് ചെയ്തു. ട്രെയിൻ യാത്ര തുടങ്ങുന്ന മുമ്പ് തന്നെ ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ്, ഫിസിക്കൽ ടിക്കറ്റ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ എടുത്തു. ഓൾമോസ്റ്റ് ഒരു 6 ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. 3 ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് കാരണം 6 ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പോൾ യു കെയിലെ ട്രെയിൻ യാത്ര ബസ് യാത്രയെക്കാളും കുറച്ച് ചിലവേറിയതാണ്. പക്ഷേ ട്രെയിനിൽ പോകുന്നത് കൂടുതൽ സൗകര്യപ്രദവും കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മളെത്തും. അപ്പം നമുക്ക് കുറച്ചൊരു ഓഫറൊക്കെ കിട്ടണമെങ്കിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റെയിൽ കാർഡ് അതെടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓഫർ കിട്ടും. ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കുറച്ചൊരു എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടി. ശരിക്കും നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ ബറി വരെ എത്തണമെങ്കിൽ ഒരു 7 hours എടുക്കും. ഇത് ഞങ്ങൾക്കൊരു 5 hours 3 ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളവിടെ എത്തി. പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു യാത്ര. നമുക്കൊട്ടും ക്ഷീണമൊന്നും തോന്നിയില്ല. വളരെ നല്ല ഫെസിലിറ്റീസാണ് ഈവൻ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ഓരോ ചേഞ്ച് വരുന്ന സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ കൂടുതലും ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബറിയിലെത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ അലൻ വന്നു, ബ്രദർ വന്നു. ചെൽസി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോങ് 5 hours ട്രാവലിന് ശേഷം ഇവിടെ എത്തി. ഞങ്ങൾ 4:30 എത്തേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ലണ്ടനിൽ ഒരു ട്യൂബ് ചേഞ്ചിൽ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനായി. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു 1 hour ലേറ്റാണ് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ റെഡിയായിരുന്നു. അലൻ ആക്ച്വലി വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾക്ക് വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ കൺവീനിയൻ്റായിട്ട് റൂംസൊക്കെ അടുത്തടുത്തുള്ള ഒരു റൂം, വളരെ നല്ലൊരു സ്പേഷ്യസായ റൂംസായിരുന്നു. അങ്ങനെ ആഷ്നയ്ക്ക് ലോങ് ഡേ ആയിരുന്നു. അല്ലെൻ്റെ വൈഫ് ആഷ്ന NHSൽ നേഴ്സാണ്. അപ്പോൾ ആഷ്ന ഞങ്ങൾ വന്നപ്പം ഒരു ഡ്രീം കേക്ക് കൊണ്ടുവന്നു. ഡ്രീം കേക്ക് ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ഡ്രീം കേക്കായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് കേക്ക് ഐ ഹാഡ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടുപേരും ഷുഗർ കട്ടാണ്. ബട്ട് ഞങ്ങൾ ഒരു സ്പൂൺ കഴിക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ ഞങ്ങൾ കുറേ സ്പൂൺ കഴിച്ചു. അതിൻ്റെ ടോപ്പിൽ ഒരു ഭയങ്കര തിക്ക് ലെയറായിരുന്നു. ഒരു ചോക്ലേറ്റ് പീസ് ഇരിക്കുന്ന പോലെ. പിന്നെ ലെയേഴ്സ് ഓഫ് ചോക്ലേറ്റ്സും എന്താ പറയുക, അതിൻ്റെ കൂടെ സ്പോഞ്ചും പിന്നെ കേക്കിൻ്റെ കേക്ക് സ്പഞ്ചും പിന്നെ ചോക്ലേറ്റും വളരെ മെൽറ്റ് ചെയ്ത് നമുക്കിങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനെ പിന്നെ അന്നത്തെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആഷ്നയും അലനും കൂടെ ഞങ്ങൾ എണീറ്റപ്പോൾ കുക്കിംഗ് ആണ്. ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ തന്നെ മസാല ദോശയൊക്കെ റെഡിയാണ്. ചെൽസിയുടെ ഫേവറേറ്റാണ് മസാല ദോശ. സോ ദേ മെയ്ഡ് മസാല ദോശ. അതിൻ്റെ കൂടെ പുതിന ചട്നി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. അലൻ ആൻഡ് ആഷ്ന ബോത്ത് ആർ അമേസിങ് കുക്സ്. അവർ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റി അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സോ ദ വേ ദേ ട്രീറ്റ് ദ ഗസ്റ്റ് ഇസ് അമേസിങ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഉച്ചയായപ്പം ഏകദേശം കുറച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ അബേ ഗാർഡൻസിൽ പോയി. അബേ ഗാർഡൻസിൻ്റെ കാണാൻ തന്നെ, കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. നല്ലൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചേർച്ച് അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ കുറച്ച് പക്ഷികളുടെ എൻട്രൻസിൽ തന്നെ കുറച്ച് പക്ഷികളെയൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഏത് സ്പീഷീസ് ആണെന്നുള്ളതൊക്കെ ഓൾറെഡി അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പം ആഷ്നയുടെ ഫ്രണ്ടിൻ്റെ മോള് പിയ ഞങ്ങളോട് ഉണ്ടായിരുന്നു. പിയ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിയയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം പിയ കുട്ടി ഞങ്ങൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ചെറിയ കളർ പക്ഷികളും പിന്നെ കുറച്ച് സ്പീഷീസിലെ പക്ഷികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ് ഈ പാർക്ക്. ഇതൊരു ഫ്രീ പാർക്കാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീ പാർക്കാണ്. അന്നത്തെ ദിവസം ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല രസമായിരുന്നു അവിടെ. അപ്പം ഈ അബേ ഗാർഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊരു വലിയ ബെനഡിക്റ്റൻ മഠമായിരുന്നു പണ്ട് കാലത്ത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ മഠങ്ങളിൽ ഒന്നാണിത്. അപ്പം ഇവിടെ സെൻറ്റ് എഡ്മണ്ടിൻ്റെ ശരീരം സൂക്ഷിച്ചിരുന്നതിനാൽ ഇവിടെ ഒത്തിരി തീർത്ഥാടകർ വലിയ തോതിൽ വന്നിരുന്നു. അപ്പം 1327 ഇവിടുത്തെ നാട്ടുകാർ ഒരു കലാപം ഉണ്ടാക്കി. അന്ന് ഈ മഠത്തിന് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ചു. പിന്നീട് 1539 ഹെൻറി 8 ഇവിടുത്തെ മഠങ്ങൾ അടച്ചു. അപ്പം ആ അടച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിലയേറിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് നീക്കം ചെയ്തു. അതിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ തകർന്നു. അപ്പം ഇന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് അന്നത്തെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഇതിൽ പിന്നീട് 1800-കളിൽ ഇതിനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു കുറച്ച് പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്ക് കൂടുതലും ആളുകളെ ഇതിൻ്റെ അകത്ത് പിന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം കാണിച്ചു. അങ്ങനെ 1831 നഥാനിയൽ ഹഡ്സൺ ആണ് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ രൂപീകരിച്ചത്. അപ്പോൾ ആദ്യം ഇവിടെ ചെറിയ ബെഡുകൾ പോലെയായിരുന്നു. പിന്നെ 1936 ഇതിനെ 64 ഐലൻഡ് ബെഡുകളുള്ള ഒരു ഡിസൈനിലേക്ക് ഇവർ മാറ്റി. സോ ഇറ്റ്സ് എൻ അമേസിങ് ലാൻഡ്സ്കേപ്പ്. അപ്പം ഇത് ഇപ്പോഴും ഒരു സീസണിൽ ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ട് അവർ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇപ്പം ട്രീസിലൊന്നും ഇലയില്ല, പക്ഷെ ആ സമയത്ത് വിവിധ കളറുകളിലുള്ള പിന്നെ ഇതിൽ വരും. അപ്പം 19ാം നൂറ്റാണ്ടിലാണ് ഇവിടെ അവസാനമായിട്ട് ഈ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. ഇപ്പം ഇന്നതൊരു ഫ്രീ പാർക്കാണ്. അപ്പം ഏകദേശം ഒരു 14 ഏക്കേഴ്സിലാണ് ഇവിടെ ഈ പാർക്കുള്ളത്. അപ്പം ഇതിൻ്റെ നമ്മൾ വാട്ടർ ഗാർഡൻ, റോസ് ഗാർഡനൊക്കെ ആയിട്ട് സീസണിൽ ഇവിടെ ഇവർ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പം ഇത് ഒരു ചരിത്രവും പ്രകൃതിയും ഒക്കെ ഒത്തുചേർന്ന ഒരു പബ്ലിക് സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്രീൻ ഫ്ലാഗ് അവാർഡും കിട്ടി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നത്. അപ്പം ഞങ്ങൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ചേട്ടന്മാർ അവരുടെ ഒരു അളിയനൊരു ചെറിയൊരു ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഒറ്റയ്ക്ക് തീർക്കുമെന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ അലന് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട സമയം 4 മണിയായി. അപ്പോൾ ആഷ്ന മാത്രമേ ഞങ്ങളുടെ കൂടെ വന്നുള്ളൂ. അലൻ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ അലൻ പിന്നെ ലോഗൗട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ലണ്ടൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സീ യു.